ഹലോ, അപ്പോൾ നമുക്കൊരു സിമ്പിളായിട്ടുള്ളൊരു ഫ്രെയിം ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു 3 മരത്തിൻ്റെ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ഈ സ്പൂണിൻ്റെ കോഴ്സ് നിന്ന ഭാഗവും പിന്നെ അതിന് പിടിക്കുന്ന ഭാഗമൊക്കെ ഞാൻ വേറെ വേറെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി 3 സ്പൂണിൻ്റെ ഈ പിടിക്കുന്ന ഭാഗം വെച്ചിട്ട് നമുക്ക് ട്രയാങ്കിൾ പോലുള്ള ഒരു ഫ്രെയിം പോലെ ആക്കി നമുക്കിനി അവിടെയൊക്കെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പം ഒട്ടിച്ചെടുത്തതിനാണല്ലോ ഇങ്ങനെ വരും. അപ്പം അതിൻ്റെ ഉള്ളിലൊട്ടിക്കാനായിട്ട് ഞാനൊരു പേപ്പറ് അതേ ഒരു അളവിൽ അളന്ന് മുറിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ ചുറ്റിലും ഇത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് നടുക്ക് എന്തെങ്കിലും വെക്കണമല്ലോ. അപ്പോൾ നമുക്ക് പൂവോ ഇലയോ കായോ എന്തെങ്കിലുമൊക്കെ വെക്കാം. ഇപ്പം ഞാൻ ഒരു പൂവാട്ടോ വെക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു സ്ക്വയർ പേപ്പർ എടുത്തിട്ട് അതിന് ഫസ്റ്റ് ലെയർ നമ്മൾ കോണ് പോലെ ഇങ്ങനെ വടക്കത്തില്ലേ, ഇതൊരു മടക്കിയതിന് ശേഷം ഒന്നുകൂടി മടക്കുക. അതിന് ശേഷം ഒന്നുകൂടി നമ്മൾ മടക്കേണ്ടതുണ്ട് കേട്ടോ. കറക്റ്റ് ആവണം കേട്ടോ, ഇല്ലെങ്കിൽ പൂവൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ആയി വരും. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒന്നുകൂടി മടക്കുക. എന്നിട്ട് ആ ഒരു ഇതിലെ കറക്റ്റ് ഒരു കേർവ് ഷേപ്പ് ആക്കണം. പക്ഷെ ഞാൻ ഉണ്ടാക്കിയത് ഒരു ചെറിയ ഫ്രെയിം ആയതിനാൽ ഞാൻ ചെറുതാക്കുന്നുണ്ട് കണ്ടല്ലോ. ആദ്യം ഞാൻ വലിയ അളപ്പോലെ വലിയ ഏതാണ്ട് ആ ഒരു കേർവ് അരച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ മുറിച്ച് അതിലില്ലാണ്ടാക്കി കണ്ടല്ലോ, വളരെ ചെറുതാക്കിയേക്കള്. ഞാനപ്പോൾ തുറന്ന് നോക്കട്ടോ, തുറന്നിട്ട് നല്ലൊരു ഫ്ലവറായി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കിനി ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കളറൊക്കെ അടിച്ച് നമുക്ക് നല്ല ഭംഗിയാക്കാം. അങ്ങനെ ഞാൻ കളറൊക്കെ അടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പൂ എടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഫ്രെയിമിനെല്ലാം അടുക്കി നമുക്കിനി ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കല്ലേ. അപ്പോൾ ബൈ.